ഇതൊരു സുരേഷന്റെ കഥ മാത്രമല്ല, കേരളത്തിലുള്ള അനേകായിരം കുടുംബങ്ങളുടെ കഥയാണ്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു സുനിൽസ് വാണ്ടർലെസ് വ്ലോഗ്സ്. ഈ ഒരു വീഡിയോ ചിട്ടിയെ കുറിച്ച് മാത്രം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പാലക്കാട്ടുകാരനായ ഒരു സാധാരണ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ അദ്ദേഹത്തെ സുരേഷ് ഏട്ടാന്ന് വിളിക്കാം. ഈ പാലക്കാട് ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ശരിക്കും എറണാകുളത്ത് ജനിച്ചു വളർന്ന് എറണാകുളംകാരനായി പിന്നെ പാലക്കാട് സെറ്റിലായ എന്നെ സംബന്ധിച്ച് തുടക്കകാലത്ത് നമ്മുടെ പ്രായ വ്യത്യാസമല്ല, ഇവിടെ പരസ്പരം കൂടുതൽ ആൾക്കാർ വിളിക്കുക ചേട്ടൻ എന്ന് ചേർത്തില്ല, സുരേഷ് ചേട്ടൻ, സുനിച്ചേട്ടൻ. അതില് ചിലപ്പോ എന്റെ പ്രായം കൂടിയ ആൾക്കാർ ചിലപ്പോ എന്നെ സുനിലേട്ടെന്ന് വിളിക്കണം. അപ്പൊ എനിക്ക് ആദ്യകാലത്തൊക്കെ എനിക്കൊരു മോശമായിട്ടൊക്കെ തോന്നി. പക്ഷെ ഇത് ഈ നാടിന്റെ ഒരു സ്വഭാവമാണ്. അപ്പോ പ്രായത്തിൽ ഞാനും സുരേഷുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ സുരേഷ് ഏട്ടാന്ന് വിളിക്കുക. എന്നെ പുള്ളി ചിലപ്പോ സുനിലേട്ടാന്ന് വിളിക്കും, ചിലപ്പോൾ സുനിൽ ഭായി എന്ന് വിളിക്കും. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ സുരേഷേട്ടന് എനിക്ക് ഒരു 1.5 വർഷമായിട്ട് അറിയാം. കാരണം ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് താമസിക്കുന്നത്. പുള്ളി മലേഷ്യയിലായി കുറെ കാലങ്ങളായിട്ട്. അവിടെയും കൺസ്ട്രക്ഷൻ ഒക്കെ ആയിരുന്നു പുള്ളിയുടെ പരിപാടി, ബിസിനസ് ആയിരുന്നു. അപ്പൊ ഒരു അതിസമ്പന്നനൊന്നുമല്ല, പക്ഷെ നാട്ടിലെത്തി അത്യാവശ്യം തരക്കേടില്ലാതെ ഹാർഡ്വെയറും ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ഒരു കടയാണ് അദ്ദേഹം നടത്തുന്നത്. അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട്, നല്ല പെരുമാറ്റമാണ്, നല്ലൊരു കുടുംബം. ഭാര്യ, 2 മക്കൾ, മൂത്ത ആള് പെൺകുട്ടി, രണ്ടാമത്തെ ആള് ആൺകുട്ടി. അപ്പൊ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടും കൃത്യസമയത്ത് കട തുറക്കുന്നു, കൃത്യസമയത്ത് കട അടയ്ക്കുന്നു, നല്ല രീതിയിലുള്ള പെരുമാറ്റം. അതുകൊണ്ട് തന്നെ നല്ല സെയിൽസ് ഉള്ള ഒരു കടയാണ്. അപ്പൊ ഞങ്ങള് മിക്കവാറും രാവിലത്തെ സമയം കാണാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. ഒരു ദിവസം വൈകുന്നേരം ഞാൻ വടക്കഞ്ചേരിയില് മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങിക്കാൻ നിൽക്കായിരുന്നു. തൊട്ടുപുറകില് സുരേഷേട്ടൻ വന്നു, ഞങ്ങള് സംസാരിച്ചു. പുള്ളി അത്യാവശ്യം ഒരു ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് എന്താ പരിപാടി? ഞാൻ പറഞ്ഞില്ല, 1-2 സാധനങ്ങൾ വാങ്ങണം, തിരിച്ച് വീട്ടിൽ പോകണം, വേറെ കാര്യങ്ങളൊന്നുമില്ല. അന്ന് നമുക്കൊന്ന് ചായ കുടിച്ചാലോ, നമുക്കൊന്ന് സംസാരിക്കൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞു. നമ്മൾ ശരി, നമ്മൾ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ പോയി ഇരുന്നു. സാധാരണ ഞാൻ സുരേഷിനെ ശ്രദ്ധിക്കാറുള്ളത് ഒരു നല്ല പ്രസരിപ്പുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. എപ്പോഴും സന്തോഷിക്കല്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. കാരണം ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് നടന്നിട്ടുണ്ട്. കാരണം നാട്ടിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു ജീവിതമായിരുന്നു. ഇനീഷ്യൽ സ്റ്റേജില് പല ജോലികൾ ചെയ്തു, നടന്നില്ല. പിന്നെ അദ്ദേഹം മലേഷ്യയിൽ പോയി. അദ്ദേഹത്തിൻ്റെതായ കഠിന പ്രയത്നം കൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറി. അത്യാവശ്യം വരുമാനമൊക്കെ ആയി, നാട്ടില് വീടൊക്കെ ആയി, നല്ല രീതിയിലുള്ള ജീവിത സൗകര്യങ്ങളായി, നാട്ടിൽ തിരിച്ചു വന്നു, ബിസിനസ് തുടങ്ങി. അപ്പൊ ആ ഒരു നമ്മള് കുറെ കഷ്ടപ്പാടുകളിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കിട്ടും അല്ലെ. എന്തോ കാര്യങ്ങൾ വന്നാലും മറികടക്കാനുള്ള ഒരു ധൈര്യം അല്ലെ. അപ്പൊ സാധാരണ ഞാൻ അദ്ദേഹത്തെ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. ഞാൻ എന്താ ഇങ്ങനെ ഒരു ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വിചാരിച്ച ബിസിനസിന്റെ അപ്പ് ആൻഡ് ഡൗൺസ് ആയിരിക്കും. കാരണം പല സാഹചര്യങ്ങളാണല്ലോ, കോവിഡൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതല്ല സുനിൽഭായി, നിങ്ങള് സാമ്പത്തികമായിട്ടൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരിക്കുമല്ലോ. പിന്നെ പ്രശ്നമൊന്നുമില്ല, മക്കളുടെ പഠന കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റിൽഡ് ആണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഈ ചോദ്യം ഞാനൊരിക്കലും മനസ്സിൽ വിചാരിക്കുന്നില്ല. കാരണം എന്താ, അതിന്റെ ഒരു ആവശ്യം അപ്പൊ ഇല്ലല്ലോ, ഞാൻ അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം ചോദിച്ചു. അല്ല, നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ ടെൻഷൻ ഫ്രീ ആണ്, യാത്രകൾ പോകുന്നു, ആ രീതിയിലാണ് പുള്ളി എന്നെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ടെൻഷൻ ഇല്ലായികയൊന്നുമില്ല. എല്ലാ മനുഷ്യനും ടെൻഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കോവിഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റീബിൽഡ് ചെയ്യുന്നു. അപ്പൊ നമ്മുടേതായ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു. അല്ല, അതല്ലടോ, എനിക്ക് കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മോള് +2 പഠിക്കുന്നു, മോൻ 7ാം ക്ലാസ്സിലാണ്. അപ്പൊ ഇവരുടെ ഹയർ സ്റ്റഡീസ് വരുന്നു, പിന്നെ ആ കുട്ടിയുടെ മാരേജ് വരും, പിന്നെ എനിക്ക് വീടിന്റെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ഞാൻ കാണുന്നുണ്ട്. കൂടാതെ എനിക്ക് ബിസിനസ്സിൽ കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്സ് ഒക്കെ കൂടുതൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ആവും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ഉള്ള എൻ്റെ സേവിങ്സും കാര്യങ്ങളും ഞാനത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. ലോണിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഒരു ഹോം ലോൺ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇനിയൊരു ലോണോ ഓടിക്കോ ഒന്നും പോവാതെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്താ പറയാ, സപ്ലൈസ് വരുന്നു, അവർക്ക് വീക്ക്ലി പേയ്മെന്റ് ആയിട്ട് കൊടുക്കണം, അങ്ങനെ പോകണമെന്നേ ഉള്ളൂ. പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലല്ലോ. അപ്പൊ അതൊരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു പാൻഡമിക് ഒക്കെ നമ്മള് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായ ചില ആഫ്റ്റർ എഫക്ട് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ വൈഫിനും എന്തെങ്കിലും ഒരു ഓൺലൈൻ
സാധ്യതകൾ ബിസിനസ്സിലുണ്ടെങ്കിൽ അതും കൂടെ നോക്കണം. അപ്പൊ എല്ലാത്തിനും നമുക്കൊരു ഫണ്ട് റേസ് ചെയ്യണം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു കാര്യത്തിന് നമുക്കൊരു നീക്കിയിരിപ്പ് നമുക്ക് ഇപ്പോഴേ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. ഇപ്പൊ സുരേഷ് ചേട്ടൻ പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസമായി നിങ്ങൾ അന്വേഷിക്കുന്നു, നിങ്ങൾ കാണുന്നില്ല. സാധാരണ രാവിലത്തെ സമയമൊക്കെ അവിടെ കളക്ഷൻ വരുമ്പോൾ കാണുന്നതാണല്ലോ, നിങ്ങൾ കണ്ടില്ല. ഞാൻ പാൻഡമിക് കഴിഞ്ഞു, അപ്പൊ കുറച്ച് നാളത്തെ യാത്രകളൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഒരു യാത്ര ചെയ്യാൻ തുടങ്ങി, അതാ കുറച്ച് ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും കാര്യം പറയുമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇങ്ങനെയുള്ള കാര്യം ഒരു പ്ലാനിങ് എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. കാര്യം നിങ്ങൾ KSFE ഏജന്റ് ആണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാഹചര്യം, എനിക്ക് കുറെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്കൊരു വ്യക്തത കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്കൊരു കാര്യം ഒരു 10 മിനിറ്റ് ഇരിക്കാം. അപ്പൊ ഞാനപ്പോ ടേബിളിൽ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഞാൻ നോക്കുന്നു, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പറയും എന്താ ആവശ്യങ്ങളും അതിന് എത്ര എമൗണ്ട് നിങ്ങൾക്ക് വേണം എന്നുള്ളത് പറയും. പല പല കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞത്, ഓൺലൈൻ ബിസിനസ് വൈഫിലിട്ട് കൊടുക്കണം, പുള്ളിയുടെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം, പിന്നെ മോളുടെയും മോന്റെ ഒക്കെ ഉപരിപഠനം, കൂടാതെ മോളുടെ ഒരു കല്യാണ സാധ്യതകൾ വരുമ്പോൾ അപ്പോഴേക്കും കുറച്ച് പൈസ വേണം. അങ്ങനെ പല പല കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ നമ്മൾ കൂട്ടിയൊക്കെ നോക്കിയപ്പോൾ ഉദ്ദേശം 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വലിയൊരു സംഖ്യ തന്നെയാണ്, എതിരഭിപ്രായമൊന്നുമില്ല. അപ്പൊ സുരേഷ് ടെൻഷൻ അടിക്കണേല് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സേവിങ്സിൽ എങ്ങനെയാണ്, നിങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ ഇൻഷുറൻസ്, ആ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവായി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ സേവിങ്സ് നമ്മൾ FD എന്നുള്ള വലിയൊരു എമൗണ്ട് ഒന്നുമില്ല, പക്ഷെ ഉള്ളത് അതൊരു ആക്സിഡന്റൽ മണി അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റുള്ള ഒരു എമൗണ്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഉദ്ദേശം ഒരു 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവാം, അത്രയുള്ളൂ. 3-4 ബാങ്ക് ആയിട്ട്, പിന്നെ ചെറിയ രീതിയിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഡെയിലി എങ്ങനെയാണ് നിങ്ങളുടെ കളക്ഷൻ? നമുക്ക് ഒരു നിശ്ചിതമായ സംഖ്യ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു പ്രശ്നമല്ല, ഒരു 4000-5000 ആവറേജ് റേറ്റിൽ എങ്ങനെ പോയാലും 4000 രൂപ എനിക്ക് മാറ്റിവെക്കാൻ തക്കവണ്ണമുള്ള സെയിൽസ് ഉണ്ട്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ സമയത്ത് KSFE വടക്കഞ്ചേരി ശാഖയില് 1 ലക്ഷം രൂപ വെച്ചിട്ട് 50 മാസത്തെ ഒരു ചിട്ടി തുടങ്ങണ്ടായിരുന്നു. 50 ലക്ഷം രൂപയുടെ ചിട്ടിയാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതായത് 50 ലക്ഷം രൂപയുടെ ചിട്ടിയാണ്. ആദ്യത്തെ മാസമാണ് 1 ലക്ഷം അടക്കേണ്ടി വരിക. 30% താഴ്ന്നിട്ട് ഒരു കൊല്ലമൊക്കെ പോവായിരിക്കാം. അപ്പൊ ഒരു 75,000 രൂപയൊക്കെ അടവ് വരുള്ളൂ. ആവറേജ് നിങ്ങൾക്ക് ഒരു 3000 ഒക്കെ മാറ്റി വെച്ചാൽ മതി. ബാലൻസ് ഉള്ള പൈസ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5000-40,000 അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേരാം. കോമ്പിനേഷൻ ഓഫ് ചിട്ടി. ഞാൻ പലരോടും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പുള്ളിയോട് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, അത് കൊള്ളാമല്ലോ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ളൂ നിങ്ങളുടെ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞ പോലെ സുരേഷന്റെ ആധാരം ഫ്രീ ആണ്, അതായത് ഹോം ലോൺ കഴിഞ്ഞു, തെറ്റില്ലാത്ത വീടാണ്, സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ആ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് വെച്ചിട്ട്, ഒറ്റ ഡോക്യുമെന്റ് വെച്ച് തന്നെ വാല്യുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഫണ്ട് നിങ്ങൾക്ക് റേസ് ചെയ്യുകയും നിങ്ങളുടെ വൈഫിന്റെ ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. വലിയ ബാധ്യതയില്ലാതെ സുഖമായിട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ പുള്ളിക്കൊരു കോൺഫിഡൻസ് ആയി. ശരി, എന്നാൽ പിന്നെ നമുക്ക് അതൊന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും, അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. സമയം എടുത്തോളൂ, 2-3 ദിവസം എടുത്തോളൂ, ഫാമിലി ആയിട്ടും കൂടെ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളന്ന് പിരിയണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ സുരേഷനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഓക്കെയാണ്, നമുക്ക് അങ്ങനെ ഒരു ചിട്ടി തുടങ്ങാന്ന് പറഞ്ഞു. അദ്ദേഹം ആ ചിട്ടി തുടങ്ങുകയാണ്. സുരേഷന്റെ വൈഫും ചിട്ടി ചേർന്നതിന് ഒരു കാര്യം പറയാൻ, 50 ലക്ഷം രൂപയിലേക്ക് എത്താനുള്ള ഒരു പദ്ധതിയാണ് വേണ്ടത്. അത് സുനിൽ വളരെ വിശദമായിട്ട് സുരേഷന് പറഞ്ഞു കൊടുത്തു കേട്ടോ. ആ ഒരു വാക്കും കൂടെ പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ച്, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ സംബന്ധിച്ച് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യം വ്യക്തതയോടുകൂടി ഒരാൾക്ക് മനസ്സിലാവുകയും ഒറ്റ ഡൗട്ട് ഇല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിതം പ്ലാൻ ചെയ്ത് അതേപോലെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ. വളരെ നല്ല രീതിയിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് അദ്ദേഹം ആ ചിട്ടിയെ സമീപിക്കുകയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ചിട്ടി, അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം 10,000 50 മാസത്തെ 5 ലക്ഷം രൂപയുടെ ചിട്ടിയും കൂടെ ചേരുകയും ചെയ്തു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, 1 ലക്ഷം രൂപ അടയ്ക്കാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. ശരിയാണ്, എല്ലാവർക്കും 1 ലക്ഷം ഒന്നും അടയ്ക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് അതിന്റെ അഡ്വൈസ് തരാനേ പറ്റുള്ളൂ. ആ ഒരു കാര്യമാണ് ഞാനൊക്കെ വളരെ കോൺഫിഡൻസോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 1 ലക്ഷം അടയ്ക്കാൻ മന്ത്ലി പറ്റില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഒരു മാസം 20,000 അടയ്ക്കാൻ പറ്റുള്ളൂ, 5,000 അടയ്ക്കാൻ പറ്റുള്ളൂ, 10,000 അടയ്ക്കാൻ പറ്റുള്ളൂ, മതി. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളാണ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്.
അഡ്വൈസ് നമ്മളെപ്പോലുള്ള ആൾക്കാരോട് ചോദിക്കാം, ഫിനാൻഷ്യൽ അഡ്വൈസറോട്. നിങ്ങളൊരു കേസ് ഉണ്ടാകുമ്പോൾ വക്കീലിന്റെ അടുത്ത് പോകും, ഒരു അസുഖം വരുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പോകും, അല്ലെ? ഒരു ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ ടാക്സ് പ്രാക്ടീഷണറുടെ അടുത്ത് പോകും. എന്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ, ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ടുകൂടാ? അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ അദ്ദേഹം വളരെ കാര്യമായിട്ട്, അതായത് കേവലം വെറും ഒരു 10 മിനിറ്റിന്റെ തുറന്നു പറച്ചിലുകൊണ്ടാണ് സുരേഷ് ഏട്ടന് ആ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഓവർകം ചെയ്യാൻ വളരെ കോൺഫിഡൻസോട് സാധിച്ചു. ഇത് വലിയ കാര്യമല്ലേ? ഒരു കാര്യം തറപ്പിച്ച് വീണ്ടും പറയാം, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ സാമ്പത്തിക തീരുമാനം മറ്റുള്ളവരെ കണ്ടിട്ടായിരിക്കരുത് തീരുമാനിക്കേണ്ടത്. സ്വന്തം വരുമാനവും ലക്ഷ്യവും കണ്ടായി, അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു റിയൽ ലൈഫ് സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോഴേ ഇതൊരു സുരേഷിന്റെ കഥ മാത്രമല്ല, കേരളത്തില് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കഥയാണ്. ഞാനിപ്പോ നിങ്ങളോട് ഈ കാര്യം ചോദിച്ചോട്ടെ, അടുത്ത 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ കുടുംബത്തിന് വലിയൊരു സാമ്പത്തിക ലക്ഷ്യമുണ്ടെങ്കിൽ അതിനൊരു പദ്ധതി ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ സുരേഷ് ഏട്ടന്റെ അവസ്ഥയിലാണോ? നിങ്ങൾക്ക് ആവശ്യങ്ങൾ അറിയാം, പക്ഷേ അതിലേക്കുള്ള വഴി അറിയാം. ഏതാണ് നിങ്ങളുടെ ആവശ്യം? അവരൊരു കറക്റ്റ് ആയിട്ടൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞാലേ വ്യക്തതയോടുകൂടി ആ ഫിനാൻഷ്യൽ അഡ്വൈസറിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചിട്ടി KSFE കൂറ്റനാട് ശാഖയിൽ ഉടൻ തുടങ്ങും. കൂടുതൽ വിവരങ്ങൾക്ക് KSFE കൂറ്റനാട് ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ സ്ക്രീനിൽ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കേണ്ടത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് സുനിൽസ് വണ്ടർലെസ് വ്ലോഗ്സ്. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.